ഹലോ, എല്ലാവർക്കും ഫാം ഹൗസ് ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളുടെ ഡെയിലി പരിപാടി തുടങ്ങുകയാണ് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് വന്ന് ചായ എല്ലാം നേരത്തെ കുടിച്ചായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പം മുട്ട പുഴുങ്ങാൻ വെക്കുവാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഇവിടെ ഞങ്ങൾക്ക് മുട്ട പുഴുങ്ങിയത് വേണം എല്ലാവർക്കും. അപ്പോൾ അതിനുള്ള മുട്ട പുഴുങ്ങിയത് വെച്ചിട്ട് ജനലെല്ലാം ഒന്ന് തുറന്നിട്ടിട്ട് ഞാൻ ഇഡ്ഡലി മാവിൻ്റെ ഉപ്പൊക്കെ കലക്കി മിക്സ് ചെയ്യുക കേട്ടോ. അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേന് ഇഡ്ഡലി തട്ട് അടുപ്പിലോട്ട് വെച്ചു. അതൊന്ന് ആവി കയറണമല്ലോ. ആ സമയം ഞാൻ വെജിറ്റബിൾസിനുള്ളതെല്ലാം അരിഞ്ഞ് പെറുക്കി റെഡിയാക്കി വെക്കുവാണ്. ക്യാബേജും ക്യാരറ്റും ഇട്ടെന്ന് കൊച്ചിന് കൊടുത്ത് വിടാൻ പോകുന്നത്. അപ്പോൾ ക്യാബേജ് എല്ലാം സെറ്റായിട്ട് വന്നപ്പോഴത്തേനും ഇഡ്ഡലിക്കുള്ള ആവി കയറി പിന്നെ ഇഡ്ഡലിയുടെ തട്ടയിലേക്ക് എണ്ണയൊക്കെ തേച്ച് ഇഡ്ഡലിക്കുള്ള തട്ടിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഇഡ്ഡലി തട്ടിനൊരു പ്രത്യേകതയുണ്ട്, അത് അടുത്തടുത്തിരിക്കും. അപ്പോൾ ഇഡ്ഡലിയെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഒരു തട്ട് വെച്ചതിന് ശേഷം ഇങ്ങനൊരു പാത്രം വെക്കും. അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലി തട്ട് അങ്ങോട്ട് അടുത്ത തട്ട് വെക്കുന്നത്. പിന്നെ ക്യാബേജിനുള്ള തേങ്ങയെല്ലാം ചിരണ്ടി ഞാൻ അതും കറി വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് അടുക്കളയെല്ലാം ക്ലീനാക്കിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. ചെടിക്കൊക്കെ വളം ഇടണമല്ലോ. അപ്പോൾ ഞാൻ 19 വളമാണ്. ആ വളം ഞാൻ ഈ ബക്കറ്റിൽ ഇത്രയും കലക്കും. ഇത്രയും കലക്കിയാൽ മതി, ഒരു കൈ കൊടുക്കും. ഇത്രയും പ്ലാന്റിന് ആവശ്യമായിരിക്കും. ഞാൻ ഒഴിച്ച വളമില്ലേ, അങ്ങനത്തെ വളങ്ങളൊക്കെ ധാരാളം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ കടകളിലുണ്ട്. അപ്പം ആവശ്യമുള്ളവർ ഇൻഡോർ പ്ലാന്റിനൊക്കെയുള്ള വളത്തിന് ആവശ്യമുള്ളവരൊക്കെ ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യാനുസരണം അത് നിങ്ങളിൽ എത്തിച്ചു തരുന്നതായിരിക്കും. അത് നിങ്ങളൊന്ന് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. എനിക്ക് കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ. ആ ചെടികളെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ, എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫാം ഹൗസ് ഫാമിലി വ്ളോഗിൻ്റെ താങ്ക്സ്.